ചേട്ടാ, ഈ കൈതവളപ്പിൽ അബ്ബാസ്. അബ്ബാസിന് എന്താ പറ്റിയേ? അല്ലോ, അബ്ബാസിനൊന്നും പറ്റിയിട്ടില്ല. എന്റെ പെങ്ങൾക്ക് ഒരു കല്യാണമല്ലോ എന്ന് വന്നിരുന്നു. അപ്പൊ ആളിന്റെ സ്വഭാവമൊക്കെ എങ്ങനെയാണ് അന്വേഷിക്കാൻ വെച്ചിട്ട് ഇറങ്ങിയത്. അയ്യോ, നമുക്കറിയില്ല ഏട്ടാ. നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ട് വേണം അവൻ വൈകുന്നേരം കള്ളും കുടിച്ചു വന്ന് നമ്മുടെ വെക്കട്ട് കയറാൻ. നിങ്ങൾ വേറെ ആരോടെങ്കിലും അന്വേഷിച്ചോളൂ കേട്ടാ. ഇനി വേറെ ആരോട് ചോദിക്കാനാണ്? നീ ഇങ്ങോട്ട് വാ, ബാക്കി ഞാൻ ആ 3 കൊടുത്തോളാം. അല്ല, അതും കളിക്കോ? എന്തിനാണ് പണിക്കരെ വെറുതെ ഇല്ലാത്ത ഓരോ കാര്യം പറഞ്ഞ് ചെറുപ്പക്കാർ കുട്ടികളെ ജീവിതം നശിപ്പിക്കുന്നത്? ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതല്ലേ. എന്തെന്ന്? ടൗണിലെ ബാറിന്റെ മുന്നിൽ കൂടെ നടന്നു പോണ. ഓ, എത്തിയല്ലോ. ചടയിൽ 2 ചായ എടുത്ത് പോയിട്ട് കുറച്ച് ധൃതി ഉണ്ട്. ചായ ഒക്കെ തരാം. അതിനു മുമ്പ് നമ്മളെ മോനൊന്ന് നല്ലോണം കാണട്ടെ. പുന്നാറ് മോനെ ബാപ്പ ശരിക്കും ഒന്ന് കാണട്ടെ. നാളെ നിങ്ങൾ വലിയ നേതാവായി മാറിയാൽ നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലോ? നേതാവ് അറിഞ്ഞാവോ നിങ്ങളെ പെങ്ങളെ നിക്കാഹ് ഉറപ്പിച്ചിട്ടുണ്ട്. അടുത്ത 12-ാം തീയതിയാ. പണ്ടും പണും ഒന്നും വേണമെന്നില്ല. നിക്കാഹ് സമയത്തെങ്കിലും നിങ്ങൾ കൂട്ടുകാരും അവിടെ ഉണ്ടായാൽ മതി. സുഹറാന്റെ നിക്കാഹ് ഉറപ്പിച്ചു. ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്തിനാ? മുടക്കാനായിരിക്കും. എന്താടാ നമ്മളറിയാതെ ഒരു പാർട്ടി മീറ്റിംഗ് ആയിരുന്നു. എത്ര നേരമായി മൊബൈലിൽ വിളിക്കണം? നിങ്ങളിത് എവിടെ പോയി കിടക്കായിരുന്നു? അത് ഫോണിന്റെ ബാറ്ററി തീർന്നു പോയി. എന്താ പ്രശ്നം? നീ അകത്തേക്കല്ലേ? അമ്മാവ, എന്താ അമ്മേ? എന്താ? രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് മുംബൈയിൽ വീണ്ടും ഭീകരാക്രമണം. മലയാളി ജവാൻ അടക്കം 12 പേർ കൊല്ലപ്പെട്ടു. ഇന്ന് രാവിലെ 10 മണിക്ക് മുംബൈയിൽ 4 നടന്ന ഭീകരാക്രമണത്തിലാണ് മലയാളി ജവാൻ വർഗീസ് ജോസഫ് അടക്കം 12 പേർ കൊല്ലപ്പെട്ടത്. സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി വികാസ് നാരായണൻ മുംബൈയിൽ നിന്നും ചേരുന്നു. For more updates, like, comment, subscribe to our channel. Hey darlings, గంటని click చేయడం మర్చిపోకండి.